കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇത് 30 പവനോ, ഇത് വെറും മുക്കാണ്, മുക്കുപണ്ടമാണ് എന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ ആ തറയിൽ കിടക്കുന്ന സ്വർണ്ണങ്ങളെല്ലാം എടുത്ത് മുക്കുപണ്ടമോ എന്ന് ചോദിക്കുകയാണ് ആകെ അന്തം വിട്ട് ശാരദാമ്മ. അന്നേരം കൃഷ്ണൻകുട്ടി അമ്മാവൻ പറയാണ്, വെറുതെ നാടകം കളിക്കല്ലേ ശാരദാമ്മേ, ഈ ചെമ്പിൽ മുഴുവൻ സ്വർണം പൂശിയിട്ട് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഈശ്വര എന്ന് വിളിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് ആകെ അധിക്ഷേപിക്കുകയാണ് ശാരദാമ്മയെ കൃഷ്ണൻകുട്ടി അമ്മാവനും വിജയലക്ഷ്മിയും കൂടി ചേർന്ന്. അന്നേരമാണ് ശാരദാമ്മ രാജേശ്വരി വീട്ടിലേക്ക് വന്നതും വീടിന് പകരമായിട്ട് 30 പവൻ തരാമെന്ന് പറഞ്ഞതും ഒക്കെ ഓർക്കുന്നത്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, എനിക്ക് ചതി പറ്റിയതാണ് വിജയലക്ഷ്മി എന്ന്. അന്നേരം എനിക്കും എൻ്റെ മോനുമാണ് ചതി പറ്റിയതെന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഈ വീടും സ്ഥലവും ഒക്കെ ഞാൻ രാജേശ്വരിക്ക് തീരെഴുതി കൊടുത്തതാണ്. ഇതിനൊക്കെ പകരമായിട്ട് എനിക്ക് 30 പവൻ സ്വർണ്ണമാണ് തന്നത്. അപ്പോൾ ഇത് അവർ ചതിച്ചതാണ് എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ആകെ അങ്ങ് വിഷമിക്കുകയാണ് അകത്തുനിന്ന് ഗോപാലകൃഷ്ണൻ. ഇങ്ങനെ ഒരു ഇടപാട് ഇതിനിടയിൽ നടന്നോ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ മനസ്സിൽ പറയുന്നുണ്ട്. അന്നേരം അമ്മാവൻ പറയുകയാണ്, നിങ്ങൾ രാജേശ്വരിയിൽ നിന്നോ രാജലക്ഷ്മിയിൽ നിന്ന് വാങ്ങിയതോ എന്നൊന്നും ഞങ്ങൾക്കറിയണ്ട. ഇതിന് പകരമായിട്ട് ഒരവധി പറഞ്ഞിരുന്നെങ്കിലും അതിനുമുണ്ടായിരുന്ന ഒരു മാന്യത എന്നും അമ്മാവൻ പറയുന്നു. തുടർന്ന് ശാരദാമ്മ പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരബദ്ധം പറ്റിയതാണെന്ന്. ഇനിയിപ്പോൾ രാജേശ്വരിക്ക് ഒരു അബദ്ധം പറ്റിയതാണെങ്കിൽ ഞാൻ പറഞ്ഞു തിരുത്താം. പകരമായിട്ട് ഈ വീടും സ്ഥലവും ഒക്കെ കിടപ്പുണ്ടല്ലോ, ഇത് തീരെഴുതി തന്നിട്ടാണെങ്കിലും ഞാനതൊക്കെ വീട്ടിക്കോളാം. തൽക്കാലം എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് കരഞ്ഞ് വിജയലക്ഷ്മിയോട് പറയുകയാണ് ശാരദാമ്മ. സ്വർണത്തിന് പകരം മുക്കുപണ്ടം തന്ന നിങ്ങളെയോ നിങ്ങളുടെ മകളുടെയോ വാക്കൊന്നും ഞാനിനി വിശ്വസിക്കില്ല. അതുകൊണ്ട് ഈ അസത്തിൻ്റെ നിഴല് പോലും എൻ്റെ വീട്ടുപടിക്കലേക്ക് വരരുത് എന്നൊക്കെ ആക്ഷേപിച്ച് പറയുകയാണ് വിജയലക്ഷ്മി. രാജീവിന് ഞങ്ങൾ വേറെ പെണ്ണ് ആലോചിക്കുന്നുണ്ട്. 30 പവനല്ല 300 പവൻ തന്നാലും ഇനി ഇവളെ ഞങ്ങൾക്ക് വേണ്ട. അത്രയ്ക്ക് മാനം കെട്ട് കഴിഞ്ഞ കേസാണ് ഇതെന്നൊക്കെയെന്ന് വിളിച്ചു പറയുകയാണ് വിജയലക്ഷ്മി. കഴുത്തിൽ താലി കയറിയ പെണ്ണാണ്, വീട്ടിൽ നിന്നാൽ ശരിയാകില്ല എന്ന് ശാരദാമ്മ പറയുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, വീട്ടിൽ നിന്നാൽ ശരിയാകില്ലെങ്കിലേ വല്ല അന്യ ദിക്കിലേക്കും ഇറങ്ങിപ്പോകാൻ പറയ്. അത് കേട്ടങ്ങ് കരയുകയാണ് ശാരദാമ്മ. സങ്കടത്തോടെ ശാരികയങ്ങ് ശാരദാമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം, നിങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ലാത്തത് കൊണ്ടുവന്ന് തള്ളാനുള്ള സ്ഥലമല്ല ഞങ്ങളുടെ വീട്. ഇനിയിപ്പോൾ വേണ്ടെങ്കിൽ കുടുംബശ്രീ ഹോട്ടലിലെ കണ്ണാടി കൂട്ടിലേക്ക് എടുത്തു വെച്ചാൽ മതി. ആവശ്യക്കാർ വരുമ്പോൾ എടുത്തങ്ങ് കൊടുത്താൽ മതി എന്നൊക്കെ വാതോരാതെ പറയുന്നുണ്ട് വിജയലക്ഷ്മി. തുടർന്ന്, വാ കൃഷ്ണൻകുട്ടി ചേട്ടാ, ഇതിവിടെ കഴിഞ്ഞു എന്നും പറഞ്ഞ് കാറിൽ കയറി പോവുകയാണ് അമ്മാവനും വിജയലക്ഷ്മിയും കൂടി. തുടർന്ന് അവർ പോയ ശേഷം സങ്കടത്തോടെ അമ്മയെന്നും പറഞ്ഞ് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശാരിക. അന്നേരം ആശ്വസിപ്പിച്ച് ശാരദാമ്മ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞെന്ന് എൻ്റെ മക്കൾ കരുതണ്ട. അങ്ങനെ ആയാലും അല്ലെങ്കിലും ശാരദയ്ക്ക് എൻ്റെ മക്കളൊരു അധികപ്പറ്റല്ല. തുടർന്ന് തറയിൽ കിടന്ന ബാക്കി ആഭരണങ്ങളും ബാഗും ഒക്കെ എടുത്ത് വാ വല്യേച്ചി എന്നും പറഞ്ഞ് ശാരികയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ശ്യാമ. തുടർന്ന് ശാരദാമ്മ വരാന്തയിലിരുന്ന് പൊട്ടിക്കരയുമ്പോൾ അകത്തുനിന്ന് ഗോപാലകൃഷ്ണന്റെ കണ്ണ് നിറയുന്നുണ്ട്. അന്നേരം ശ്യാമ വന്ന് കുഞ്ഞേച്ചിയുടെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ അവളും ഇങ്ങോട്ടത്തേക്ക് തന്നെ വരും, നാളെ തന്നെയെന്ന് സങ്കടത്തോടെ ശാരദാമ്മ പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീടാണ്. അവിടെ രാജേശ്വരിയുടെ ഫോണിൽ നിന്ന് റിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യാതെ രാജേശ്വരി ഇരിക്കുകയാണ്. അന്നേരം പുറത്തുനിന്ന് വന്ന ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ ഫോൺ എടുക്കാത്തതെന്ന്. അന്നേരം, നീ അറ്റൻഡ് ചെയ്യുമെന്ന് ബാലചന്ദ്രനോട് പറയുന്നു. അന്നേരം അതങ്ങ് കട്ടാവുകയാണ്. വീണ്ടും കോൾ വരുമ്പോൾ ബാലചന്ദ്രൻ എടുക്കുന്നുണ്ട്. അന്നേരം വിളിക്കുന്ന ആൾ കുറേ വഴക്ക് പറയുകയാണ്, ദേ പെണ്ണുമ്പിള്ളെ, കാശ് വാങ്ങി വെച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നാൽ മതിയോ, എന്നാ തരുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങ് പേടിച്ച് ഫോൺ കട്ട് ചെയ്യുകയാണ് ബാലചന്ദ്രൻ. തുടർന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ആരാണ് വിളിച്ചതെന്ന്. അന്നേരം, നിനക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്ന് രാജേശ്വരി ചോദിക്കുന്നുണ്ട്. തുടർന്ന് ബാലചന്ദ്രൻ പറയുകയാണ്, അതിനയാൾ സമയം തന്നിട്ട് വേണ്ടേ, ചേച്ചി ആരിൽ നിന്നാണ് കാശ് കടം വാങ്ങിച്ചത്. അന്നേരം, ഞാൻ വാങ്ങിച്ചത് അല്ല, നിന്റെ അളിയനാണ് വാങ്ങിച്ചതെന്ന് രാജേശ്വരി പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അയാൾ വാങ്ങിച്ചതിന് ചേച്ചിയോട് എന്തിനാ ചോദിക്കേണ്ടത്, അയാളോടല്ലേ ചോദിക്കേണ്ടതെന്ന്. അന്നേരം രാജേശ്വരി പറയുകയാണ്, അയാൾ വാങ്ങിച്ചത് അയാളുടെ പേഴ്സണൽ ആവശ്യത്തിനല്ല, ഈ വീട് വച്ചത് ലോണാണ്. പിന്നെ കാറിനും നിന്റെ ബൈക്കിനുമൊക്കെ EMI ആണ്. മുമ്പ് നമ്മൾ താമസിച്ചിരുന്ന വീടിനെ ബാങ്കുകാർ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അത് മിക്കവാറും പോക്കാണ്. എന്നിട്ട് ഗോപാലേട്ടൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, പക്ഷേ ഗോപാലേട്ടൻ ഇതൊക്കെ ഒരു റോളിങ്ങിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. അന്നേരം ബാലചന്ദ്രൻ സംശയത്തോടെ ചോദിക്കുകയാണ്, ആ പറഞ്ഞതിൽ ഒരു മുനയുണ്ടല്ലോ ചേച്ചി. എന്നെക്കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ലെന്നും അളിയൻ പോകാൻ കാരണം ഞാനാണെന്നും അല്ലേ ചേച്ചി പറഞ്ഞു വരുന്നത്. അന്നേരം രാജേശ്വരി ദേഷ്യപ്പെടുന്നുണ്ട്, നിന്നെക്കൊണ്ട് കുറെ കള്ള് കുടിക്കാനും ചീട്ട് കളിക്കാനും അല്ലാതെ എന്തിനു കൊള്ളാമെന്ന്. അന്നേരം ചാടി എഴുന്നേറ്റ് രാജേശ്വരിക്ക് നേരെ കൈ ചൂണ്ടി ബാലചന്ദ്രൻ പറയുകയാണ്, ബാങ്കിൽ നിന്ന് കുറേ ഗുണ്ടകൾ വന്നു എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞുകൊണ്ടല്ലേ വാടകയ്ക്കാണെങ്കിലും ഞാൻ ഈ വീടൊക്കെ സംഘടിപ്പിച്ചത്. ദേ ചൊറിയുന്ന വർത്തമാനമൊന്നും എന്നോട് പറയരുത്.
എന്നെ കൊണ്ട് ഇത്രയ്ക്കൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് ദേഷ്യപ്പെട്ട് ചാടിക്കടിക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം വലിയ കാര്യമായി പോയി എന്ന് രാജേശ്വരി പറയുകയാണ്. തുടർന്ന് ബാലചന്ദ്രൻ പറയുകയാണ്, അളിയന് കഷായം കൊടുത്തതേ ഞാനല്ല ചേച്ചിയാണ്. തുടർന്ന് കഷായം കുടിച്ച അളിയൻ ഇവിടെ നിന്ന് പോയിട്ട് തിരികെ കാറ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അളിയനെ കിട്ടിയിട്ടില്ല. അളിയൻ ഭൂമിയിൽ താനെ പൊട്ടിമുളിച്ചതൊന്നുമല്ലല്ലോ, ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടല്ലോ, അവരൊക്കെ ഇനി അന്വേഷിക്കും. സമാധാനം പറയേണ്ടത് ചേച്ചി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് രാജേശ്വരി അങ്ങ് പേടിപ്പിക്കുന്നു ബാലചന്ദ്രൻ. അളിയനായ ഞാനല്ല ഇതിനൊന്നും സമാധാനം പറയേണ്ടത്. ഈ നിമിഷം ഇവിടെ നിന്നും കൈവീശി ഞാനങ്ങ് ഇറങ്ങിപ്പോയാലും എൻ്റെ ബാധ്യത അങ്ങ് തീർന്നോ? എനിക്ക് കടത്തിണ്ണയിൽ വേണമെങ്കിലും കിടന്നുറങ്ങാം. പക്ഷെ ചേച്ചിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇനിയിപ്പോൾ അളിയൻ എവിടെയെങ്കിലും കിടന്ന് ചത്താലും ഞാൻ അതിൽ നിന്നൊക്കെ അങ്ങ് തലയൂരും. മാപ്പ് സാക്ഷി എന്നൊരു പരിപാടിയുണ്ട്. പിന്നെ കഷായത്തിൽ ചേർക്കാൻ വാങ്ങിച്ച കെമിക്കൽ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഞാനങ്ങ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതോടെ ഞാനങ്ങ് രക്ഷപ്പെടും. ഞാനങ്ങ് തടിയുരുകയും ചെയ്യും. പിന്നെ ആ വീട് ബാങ്കുകാർ കൊണ്ടുപോയാൽ ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട. സർക്കാർ ചിലവിൽ ചേച്ചിക്ക് താമസവും ഭക്ഷണവും ഒക്കെ കിട്ടും. കാവലിന് പോലീസും ഉണ്ടാകും. സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം ബാലചന്ദ്രനെ അടിക്കാനായി രാജേശ്വരി കൈ ഓങ്ങുമ്പോൾ തടുത്ത ബാലചന്ദ്രൻ തൊട്ടുപോകരുത് എന്നെ എന്ന് പറയുകയാണ്. അന്നേരം കൈ പതിയെ താത്തുകയാണ് രാജേശ്വരി. അന്നേരം പറയുകയാണ്, നിങ്ങളുടെ അടിയും കൊണ്ട് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കിടക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ ഭർത്താവ് ഗോപാലകൃഷ്ണനല്ല. കുറച്ച് പ്രായം കൂടുതലുണ്ടെന്നും പറഞ്ഞാണ് നിങ്ങൾ അളിയൻ്റെ മുമ്പിൽ പിടിച്ചു നിന്നത്. ഞാനേ നിങ്ങളെക്കാളും പ്രായത്തിൽ ഇളയതാണ്. ചേച്ചി കൂച്ചിന്നെന്നും പറഞ്ഞാലെന്നും ഈ ബാലചന്ദ്രൻ നോക്കില്ല. അല്ല പിന്നെ ബാലചന്ദ്രനോടാണ് കളിയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങ് മുകളിലേക്ക് കയറിപ്പോവുകയാണ് ബാലചന്ദ്രൻ. അന്നേരം ആകെ സങ്കടപ്പെടുന്ന രാജേശ്വരി, ഗോപാലകൃഷ്ണൻ അവിടെ വന്ന് പണത്തിൻ്റെ കാര്യമൊന്നും നീ നോക്കണ്ട, എല്ലാവരും റോളിംഗ് അല്ലേ, ഈ ഗോപാലകൃഷ്ണൻ നോക്കിക്കോളാം എന്ന് പറയുന്നതായിട്ട് ആലോചിക്കുകയാണ്. ആ സാഹചര്യത്തിൽ രാജേശ്വരിക്ക് ഗോപാലകൃഷ്ണന്റെ വില മനസ്സിലാകുകയും അനിയൻ ബാലചന്ദ്രനെ നന്നായി മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഭക്ഷണം വിളമ്പുന്ന ശാരദാമ്മ ശ്യാമയോട് അവളെ വിളിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിളിച്ചു. ഇത്രയും നേരം മുറിയടച്ചിരിപ്പായിരുന്നു, കരച്ചിലൊന്നുമില്ല എന്ന് ശ്യാമ പറയുന്നുണ്ട്. കുറേ കരഞ്ഞ് തളർന്നതല്ലേ, ആദ്യമൊക്കെ കരയും പിന്നീട് ഒരു മരവിപ്പായിരിക്കും എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അന്നേരവും ശാരദാമ്മ. പിന്നെ അച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് ശ്യാമ പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നന്നായി. അവൾ ഒരിക്കലും അച്ഛനെ ഇവിടെ പ്രതീക്ഷിക്കില്ലല്ലോ. യാദൃച്ഛികമായി അച്ഛനെ കാണുമ്പോൾ അവൾക്ക് ചിലപ്പോൾ ഒരുപാട് സന്തോഷമാകും. അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക്. ഇന്ന് മൊത്തം കരഞ്ഞതല്ലേ, മനസ്സൊന്ന് പ്രസന്നമാവട്ടെ എന്നും പറഞ്ഞ് ശാരദാമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരിക മുറിക്കകത്തു നിന്നും അവിടേക്ക് വരുന്നത്. തുടർന്ന് വിളമ്പിയ പാത്രം ശാരികയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, മോൾ ഇത് കൊണ്ടുപോയി കൊടുക്ക്. അന്നേരം ആർക്കാണെന്ന് തിരക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു അതിഥിയുണ്ട്, തൽക്കാലം ആരാണെന്ന് പറയുന്നില്ല, മോള് പരിചയമുണ്ടോയെന്ന് നോക്കെന്ന് ശാരദാമ്മ പറയുകയാണ്. ദാ അവിടെ ശാലിനിയുടെ മുറിയിലെന്ന് പറയുമ്പോൾ ശാരിക മുറിക്കകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സന്തോഷത്തോട് ചിരിച്ച മുഖത്തോടു കൂടി ഇറങ്ങി വരികയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം ഗോപാലകൃഷ്ണനെ കണ്ട് ആകെ അങ്ങ് ദേഷ്യപ്പെട്ട് മുഖമങ്ങ് വീർപ്പിക്കുകയാണ് ശാരിക. തുടർന്ന് ശാരിക കയ്യിലിരുന്ന പാത്രം അങ്ങ് താഴെ ഇടുന്നു. അന്നേരം ഡി എന്നും പറഞ്ഞ് ഓടിച്ചെല്ലുന്നുണ്ട് ശാരദാമ്മ, പിറകെ ശ്യാമയും. അന്നേരം നിങ്ങൾക്കെന്താ ഇവിടെ കാര്യമെന്ന് ശാരിക ദേഷ്യത്തോടെ ചോദിക്കുന്നു. മോളെ, ഞാൻ നിന്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ നിങ്ങളാണ് ഒരച്ഛൻ. നിങ്ങൾ അച്ഛനായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. 17 വർഷം മുമ്പ് ഒരു സ്ത്രീക്ക് 3 മക്കളെ ജനിപ്പിച്ചിട്ട് അവരെ നടുക്കടലിലേക്ക് തള്ളിവിട്ട് പോയതല്ലേ നിങ്ങൾ? ആ സ്ത്രീയും മക്കളും ഇപ്പോഴും അതേ കടലിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ കരയിലെത്തിയിട്ടില്ല എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് ശാരിക. അന്നേരം മോളെ ആരെങ്കിലും കേൾക്കും, ഒന്ന് പതുക്കെയെന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ആരെങ്കിലും കേട്ടോട്ടെ, ഇപ്പം ഈ നിമിഷം ഈ മനുഷ്യനെ ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്ന് പറയുകയാണ് ശാരിക. അന്നേരം ശാരദാമ്മ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. രാജേശ്വരി കഷായം കൊടുത്തതും അവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടാണ് ഇവിടെ വന്നതും ഒളിവിൽ താമസിക്കുകയാണ്. ബാലചന്ദ്രനോ രാജേശ്വരിയെ കണ്ടാൽ പിന്നെയും കൊണ്ടുപോയി കൊല്ലും എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ കൊല്ലട്ടെ എന്ന് പറയുകയാണ് ശാരിക. ഇവിടത്തെ സന്തോഷം തികയാഞ്ഞ് മറ്റൊരു സ്ത്രീ അന്വേഷിച്ചു പോയതല്ലേ, അപ്പോൾ അത് തന്നെ വേണം അവസ്ഥ എന്ന് ദേഷ്യത്തോടെ വീണ്ടും പറയുകയാണ് ശാരിക. ഈ മനുഷ്യനുണ്ടാക്കി വെച്ചതിൻ്റെ അനന്തരഫലങ്ങളാണ് നമ്മളൊക്കെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇയാളും ഇയാളുടെ ഭാര്യയും നമ്മളെ ജീവിക്കാൻ വിടുന്നുണ്ടോ എന്നൊക്കെ ദേഷ്യത്തോട് ചോദിക്കുകയാണ് ശാരിക വീണ്ടും. ഇതും എന്തെങ്കിലും നാടകമായിരിക്കും. 30 പവൻ തന്നതുപോലെ ഇനി 4 പ്രാണൻ കൂടിയുണ്ടല്ലോ, അതും പറിച്ചെടുത്ത് പ്രിയതമ്മയുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കാനായിരിക്കും. പിന്നെ ഇയാൾ ഇവിടെയുള്ളപ്പോൾ ഞാനിവിടെ താമസിക്കുമെന്ന് കരുതണ്ട. ഇറങ്ങിപ്പോകാൻ എനിക്കാണെങ്കിൽ ഒരിടമില്ല, എന്നാലും ഇറങ്ങിപ്പോകും. ശാരികയെ അറിയാമല്ലോ നിങ്ങൾക്ക് എന്ന് ശാരദാമ്മയെ ദേഷ്യത്തോട് നോക്കിയിട്ട് അകത്ത റൂമിലേക്ക് പോവുകയാണ് ശാരിക. അന്നേരം സങ്കടപ്പെട്ടിരിക്കുന്ന ഗോപാലകൃഷ്ണനോട് ഗോപാലേട്ടാന്ന് വിളിക്കുമ്പോൾ അവൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ശാരദയെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരമാണ് ശ്യാമ എന്ന് പറയുന്നത്, വല്യേച്ചി റൂമിൽ കയറി വാതിലടച്ചു, വിളിച്ചിട്ടും തുറക്കുന്നില്ല എന്ന്.
അന്നേരം ശാരദാമ്മ റൂമിലേക്ക് പോകുമ്പോൾ തറയിൽ കിടക്കുന്ന ചോറും പാത്രവും ഒക്കെ നോക്കി സങ്കടപ്പെട്ട് ഗോപാലകൃഷ്ണൻ അന്ന് അമ്പലത്തിൽ വെച്ച് ശാരികയെ അനുഗ്രഹിച്ചതും സമ്മാനമായി മാല കൊടുത്തതും ഒക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്